ക്യാരിയേഴ്സ് ബേർഡൻ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ റോമാലേഖനത്തെക്കുറിച്ച് ഒരു പഠനം നമുക്കൊരുമിച്ച് ക്രമീകരിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ 2 ദിവസമായി റോമാലേഖനത്തെക്കുറിച്ച് ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റോമാലേഖനത്തിന്റെ അടിസ്ഥാന വിഷയം നീതീകരണമാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് റോമാലേഖനം എഴുതാനുണ്ടായ കാരണം എന്താണെന്ന് പൗലോസ് വിവരിക്കുന്ന ഭാഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് റോമാലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതലാണ് നാം പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് തന്റെ പ്രത്യേക അധികാരവും തനിക്ക് റോമരെക്കുറിച്ചുള്ളതായ ചിന്തയും കരുതലും സ്നേഹവും താൻ അവരുടെ ഇടയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടുവാൻ തനിക്കുള്ള ആഗ്രഹവും ഇത്യാദി കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഈ മുഖൂര ഭാഗത്ത് 1 മുതൽ 17 വരെയുള്ള ഭാഗത്ത് 4 പ്രധാന കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ അതിലെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് പൗലോസ് തന്റെ അധികാരം വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, പൗലോസ് അല്ല റോമാസഭ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ ഏതൊരു അധികാരത്തിലും അവകാശത്തിലുമാണ് റോമാസഭയ്ക്ക് പൗലോസ് ഒരു ലേഖനം എഴുതി അയച്ചത്. ആ കാരണമാണ് നമ്മൾ പ്രാരംഭമായിട്ട് ചർച്ച ചെയ്തത്. അതിന് പ്രധാന കാരണം അവൻ പറയുന്നുണ്ട്, താനൊരു ക്രിസ്തുവിന്റെ ദാസനാണ്, അവനൊരു അപ്പോസ്തലനാണ്, അവൻ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്, അവൻ ജാതികളുടെ ഇടയിലെ പ്രേക്ഷിത പ്രവർത്തകനാണ്. 8-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ പൗലോസ് തന്റെ കരുതൽ വെളിപ്പെടുത്തുകയാണ്. റോമരെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചുള്ള അവന്റെ സ്നേഹവും കരുതലും പങ്കിട്ടുകൊണ്ടാണ് 15 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. അവൻ അവരെക്കുറിച്ച് നന്ദിയുള്ളവനാണ്, അവൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവൻ അവരെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഇന്നലെ അത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. പൗലോസിന് ദീർഘനാളുകളായി റോമിലേക്ക് എത്തിച്ചേരണമെന്നും അവിടെയുള്ള വിശുദ്ധന്മാരോട് ഒരുമിച്ച് ചില നാൾ സഹവസിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും പൗലോസ് അദമ്യമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതിന് 2 കാരണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്, താൻ മുഖാന്തരം അവർക്ക് വല്ല ആത്മീക അനുഗ്രഹവും ഉണ്ടാകണം. 2, പരസ്പരമുള്ള വിശ്വാസ നിമിത്തം പൗലോസും ആശ്വസിപ്പിക്കപ്പെടണം. ഞാൻ ഇന്നലെ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചൊരു വിഷയം ഇതാണ്. ഭക്തന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും കൂട്ടായ്മകളും എല്ലായ്പ്പോഴും നമുക്ക് പരസ്പരം ആശ്വാസകരമായിരിക്കണം. മറ്റൊരു ദൈവവൈതലിനെ നാം കണ്ടുമുട്ടുന്നത് ആത്മീയമായി നമുക്കൊരാശ്വാസത്തിനും ആത്മീക വർധനവിനും കാരണമായി തീരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ദൈവവൈതൽ മറ്റൊരു ദൈവവൈതലിനെ കണ്ടുമുട്ടിയാൽ അവന്റെ മനസ്സിലേക്ക് തീ കോരിയിടുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തുവാനും പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്തുവാനും കുറ്റം പറയുവാനുമാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദിമകാല വിശുദ്ധന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നതായ ആ കൂട്ടായ്മ ബന്ധം ഇന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോ താൻ പറയുകയാണ്, എനിക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സഹവസിക്കണം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഇനി അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പൗലോസ് പറയുകയാണ്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് കടക്കാരനാണ്. 13 മുതൽ 15 വരെ. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും
വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്ന് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഐ എം എ ഡെറ്റർ. ഞാനൊരു കടക്കാരനാണ്. ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് തന്റെ സൗമനസ്യം കൊണ്ടോ താൻ ദൈവത്തിന് ചെയ്യുന്ന ഏതോ ഒരു ഔദാര്യമോ ആയി ഒരിക്കലും കാണരുത്. മറിച്ച് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് ഓരോ ദൈവവൈതലിന്റെയും കടമാണ്. ദൈവത്തിന് അടച്ചു തീർക്കേണ്ട ഒരു കടം. ആ അർത്ഥത്തിലാണ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷയുടെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിരിക്കുന്ന ദൈവപൈതൽ താൻ ഈ അനുഭവിക്കുന്ന ദൈവകൃപയും താൻ അനുഭവിക്കുന്ന ഈ സന്തോഷവും നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയും മറ്റുള്ളവരോട് പങ്കിടുവാൻ കടപ്പെട്ടവൻ. അതൊരു കടമായി നമ്മുടെ മേൽ കിടക്കുകയാണ്. ആ കടം നമ്മൾ അടച്ചു വീട്ടിത്തീർക്കേണ്ടതാണ് എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു വ്യക്തിയോട് മാത്രമല്ല കടക്കാരൻ, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന അതേ നിലവാരത്തിലുള്ള ആളുകളുടെ അടുക്കൽ മാത്രമേ ഞാൻ കടന്നുപോയി സുവിശേഷം അറിയിക്കൂ എന്ന് നിർബന്ധിക്കാൻ നമുക്ക് അവകാശമില്ല. ജ്ഞാനികൾക്ക് മാത്രമല്ല, നാം അജ്ഞാനികളുടെ ഇടയിലും ബുദ്ധിയില്ലാത്തവരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്. യവനന്മാരുടെ ഇടയിൽ സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന തത്വചിന്തയുടെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന ഗ്രേക്കരുടെ ഇടയിൽ മാത്രമല്ല, അപരിഷ്കൃതരായ ജാതികൾ എന്നാണ് അതിനർത്ഥം. അതിന്റെ ശരിയായ തർജ്ജമ എനിക്ക് തോന്നുന്നു KCBC ബൈബിളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ ക്ലാസിന്റെ ഇടയിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം, പലപ്പോഴും നമ്മുടെ വേദപുസ്തകം, നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം മലയാളം പരിഭാഷ വായിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകുകയില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളിൽ കോട്ടയത്ത് വന്നു പാർത്ത ബെഞ്ചമിൻ ബെയ്ലി മലയാളം പഠിച്ച് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തുടങ്ങിയതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കുന്ന സത്യവേദ പുസ്തകം. അദ്ദേഹത്തിന് അത് തുടരുവാനോ തീർക്കുവാനോ കഴിഞ്ഞില്ല. തനിക്ക് ശേഷം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന മറ്റൊരു മിഷണറി കോട്ടയത്ത് വന്ന് പാർത്ത് ഇതിന്റെ തർജ്ജമ പൂർത്തീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം എന്ന് പറയുമ്പോൾ മലയാള ഭാഷ ഇന്നുള്ളതുപോലെ സംസ്കാരമുള്ളൊരു ഭാഷയായി വളർന്നിട്ടില്ല. മലയാളവും നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗ്രാമർ, മലയാളത്തിന്റെ വ്യാകരണം ഇത്രത്തോളം വളർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പദങ്ങൾ പലതും മലയാളത്തിൽ അക്കാലങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇക്കാലത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെ ഒരു പദമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, സ്തോത്രം എന്ന പദം. വാസ്തവത്തിൽ സ്തോത്രം എന്ന പദം ഒരിക്കലും മലയാളമല്ല, അത് തമിഴാണ്. സ്തോത്രം, അതിന് പറ്റിയ പദം മലയാളത്തിൽ പറയുക നന്ദി എന്നാണ്. എന്നാൽ അക്കാലത്ത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തമിഴ് ചേർന്ന ഒരു തരം മലയാളമായിരുന്നത് കൊണ്ടാണ് തർജ്ജമ ചെയ്തവർ അതിനെ സ്തോത്രം എന്നെഴുതിയത്. അത് ഇന്നും നമ്മൾ തെറ്റിദ്ധരിച്ച് സ്തോത്രം ഒരു മന്ത്രോച്ചാരണം പോലെ ഉച്ചരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മലയാളം ഭാഷ ഇന്ന് വളർന്നു, എല്ലാ നിലകളിലും അത് പുഷ്കലം പ്രാപിച്ച ഒരു ഭാഷയായി മാറിയിട്ടുണ്ട്. അതിനനുസൃതമായ തർജ്ജമകൾ നമ്മുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഈയിടയ്ക്ക് ചില പുതിയ ആധുനിക തർജ്ജമകൾ ഇറക്കിയിട്ടുണ്ട്. ഞാനത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ അതിലൊരു കോപ്പി വാങ്ങിക്കുക. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് POC, പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ, അഥവാ കത്തോലിക്കർ നേതൃത്വം കൊടുത്ത് ഇറക്കുന്ന ഒരു ബൈബിൾ ഉണ്ട്. ബൈബിൾ എന്ന് മാത്രമാണ് അവരതിന് കൊടുക്കുന്നത്. POC തർജ്ജമ എന്നാണ്, പാസ്റ്ററൽ
ഓറിയന്റേഷൻ സെന്റർ, POC തർജ്ജമ എന്നാണ് അതിനെ പറയുന്നത്. അതിനകത്ത് അപ്പോക്രിഫയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അപ്പോക്രിഫ ദൈവവചനത്തിന്റെ കൂടെ നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഈ പുസ്തകം സമകാലീന മലയാള ഭാഷയിൽ, പ്രത്യേകിച്ചും വളരെ ബഹുമാനപുരസ്സരമായ നല്ല ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയായതുകൊണ്ട് നിങ്ങളത് ഒരെണ്ണം സ്വന്തമാക്കണം എന്ന് ദൈവജനം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ POC തർജ്ജമയിൽ ഞാൻ ആ വാക്യം 14-15 വാക്യം, റോമാലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും നാം കടപ്പെട്ടതാണ്. ഭാഷ, സംസ്കാരം, പണം, വിദ്യാഭ്യാസം, ഗോത്രം, ജാതി, വംശം, ഇത്തരം യാതൊരു വേർതിരിവുമില്ലാതെ സുവിശേഷം എല്ലായിടത്തും എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഇടയിൽ പലപ്പോഴും നമ്മളുടെ അതേ ജീവിത നിലവാരത്തിലുള്ളവരോട് സുവിശേഷം പറയുന്നത് നമുക്ക് എളുപ്പമാണ്. ഒരുപക്ഷെ നമ്മുടെ ഭാഷ തന്നെയാണെങ്കിൽ അത് കുറെ കൂടെ എളുപ്പമാണ്. എന്നാൽ നമ്മുടേതല്ലാത്ത ഭാഷയും സംസ്കാരവും ജീവിത ശൈലിയുമുള്ളവരുടെ ഇടയിലേക്ക് പലപ്പോഴും കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുന്നത് വളരെ ദുഷ്കരമാണ്. നമുക്കറിയാം, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഉൾപ്രദേശത്തേക്ക് കടന്നുള്ള ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. നമ്മളെപ്പോലെ സുഖകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടല്ല അവർ കർത്താവിന്റെ വേല ചെയ്യുന്നത്. നമ്മുടെ സാഹചര്യം പോലെ, കേരളത്തിലെ സംസ്കാരം പോലെ, കേരളത്തിലെ ജീവിത സൗകര്യങ്ങൾ പോലെ അവർക്ക് ജീവിത സൗകര്യങ്ങളില്ല. കൊതുക് കടിക്കുന്ന ക്ഷുദ്രജീവികളുള്ള വനത്തിന്റെ ഉള്ളിലൊക്കെ കിടന്ന ആദിവാസികളോട് സുവിശേഷം അറിയിക്കുന്ന ദൈവഭൃത്യന്മാർ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ച് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സുവിശേഷം എല്ലാവരുടെയും ഇടയിൽ എത്തിക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ അതിന് കടക്കാരനാണ്. അതുകൊണ്ടാണ് റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ പൗലോസ് താൻ അവരെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, അവരോട് നന്ദിയുള്ളവരാണെന്ന് മാത്രമല്ല, പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടവനാണ്. ഒരു വലിയ കടം എനിക്ക് നിങ്ങൾക്ക് അടച്ചു തീർക്കുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് സുവിശേഷം നിങ്ങളോട് അറിയിക്കുക എന്നുള്ളതാണ്. ഇനി അതിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു, പൗലോസ് തന്റെ അധികാരം വെളിപ്പെടുത്തുന്നു. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ. 2-ാമത്തെ ഞാൻ പറഞ്ഞു, പൗലോസ് തന്റെ കരുതൽ പ്രദർശിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 15 വരെ. ഇനി 3-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. പൗലോസ് തന്റെ ദർശനം വെളിപ്പെടുത്തുന്നു. 1-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. ആ വാക്യവും നമ്മുടെ മലയാളം ബൈബിളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ നാം വായിക്കുന്നതിനേക്കാൾ കുറെ കൂടെ മെച്ചമായിരിക്കും POC തർജ്ജമ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് രണ്ടും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നോക്കണേ, 16-ഉം 17-ഉം വാക്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ അതേ വാക്യം തന്നെ POC തർജ്ജമയിൽ നിന്നും ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നു. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്തത് പൗലോസ് പറയുകയാണ്, നോക്കണേ, സുവിശേഷത്തെക്കുറിച്ച്, ഈ സുവിശേഷം നിങ്ങളുടെ അടുക്കലും എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? അത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, 16-ാം വാക്യത്തില് നമ്മുടെ മലയാളം ബൈബിളിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ മൂലകൃതി ഗ്രീക്ക് ഭാഷയിലോ
ഇംഗ്ലീഷിലോ നിങ്ങളത് ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് മലയാളം മൂലഭാഷയിൽ, ഗ്രീക്ക് മൂലഭാഷയിൽ അത് കിടക്കുന്നത്. ക്രിസ്തുവിൻ്റെതാണ് സുവിശേഷം, അതുകൊണ്ടാണ് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ക്രിസ്തുവിന്റെ എന്നുള്ള പദം നമ്മുടെ മലയാളം ബൈബിളിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഇന്നലെ പറഞ്ഞു, സുവിശേഷം എന്ന് പറഞ്ഞാൽ എവങ്കെലിയോൺ, നല്ല വാർത്ത എന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാ നല്ല വാർത്തകളും സുവിശേഷമല്ല, മറിച്ച് നിത്യ നാശത്തിലേക്ക് പോകുന്ന മനുഷ്യനെ നിത്യജീവനിലേക്ക് വഴിതിരിച്ചു വിടുവാനുള്ള ഏക വഴി യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ക്രൂശിലെ മരണത്തിലൂടെ ദൈവം സാധിപ്പിച്ചു തന്ന ആ രക്ഷാ വഴിയിലേക്ക് നാം കടന്നു വരിക എന്ന് മറ്റുള്ളവരോട് പറയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അത് കിടപ്പുണ്ട്. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. ഒരു പടി കൂടെ പറഞ്ഞാൽ പൗലോസ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ക്രിസ്തു തന്നെയാണ് സുവിശേഷം. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നുള്ളത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു തത്വചിന്തയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ആശയമല്ല. സുവിശേഷം ഒരു സങ്കല്പമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറെ വീണ്ടു വിചാരങ്ങളുടെ പട്ടികയല്ല, മറിച്ച് സുവിശേഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു തന്നെയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ യേശുവിനെ അറിയുന്നതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ഒഴിവാക്കിയിട്ട് ഒരു സുവിശേഷം ഇല്ല. പലപ്പോഴും യേശുവിന്റെ ക്രൂശു മരണത്തെ നാം ഒരിക്കലും പറയാതെയാണ് ഞാൻ സുവിശേഷം പറഞ്ഞു എന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, സുവിശേഷം അറിയിക്കുമ്പോൾ 3 പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മനുഷ്യനെ നാം ആരോട് സുവിശേഷം പറയുന്നോ ആ വ്യക്തി പാപിയാണ് എന്ന് അവനോട് വ്യക്തമായി അവനെ ബോധ്യപ്പെടുത്തണം. മനുഷ്യൻ പാപിയാണ് അഥവാ നീ പാപിയാണ്. അതിന് സഭ്യമായ ഭാഷയിൽ അതിനുള്ള തെളിവുകൾ നമുക്ക് ഹാജരാക്കുവാനായിട്ട് കഴിയണം. മനുഷ്യൻ പാപിയാണ്. രണ്ടാമത് നമ്മൾ പറയേണ്ട ചിന്ത എന്താണെന്നറിയാമോ? യേശു സാക്ഷാൽ ദൈവമാണ്. അത് പറയാൻ, അത് വിവരിച്ചു കൊടുക്കുവാനോ തെളിയിക്കുവാനോ ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. സാക്ഷാൽ യേശു ദൈവമാണ്. ലോകം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ എത്രയോ കോടി ജനങ്ങൾ ഇവിടെ ജനിച്ചിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ നടുവിൽ കയറി നിന്ന് ചരിത്രത്തിന് നടുനായകത്വം വഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഇന്നലെ ഞാൻ നിങ്ങളുമായി പങ്കിട്ടു. നമ്മുടെയൊക്കെ ഇടയിലുള്ള അനേക മഹാന്മാരുണ്ട്. അവരൊക്കെ ജനിച്ചതിനു ശേഷം മഹത്പ്രവൃത്തികൾ ചെയ്ത് മഹത്വചനങ്ങൾ പറഞ്ഞ് അവർ മഹാന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജനിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിരുന്നു. എവിടെ ജനിക്കുമെന്നും, ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ പേരെന്തായിരിക്കുമെന്നും, ജനിച്ചു കഴിഞ്ഞ് എന്തൊക്കെ സംഭവിക്കുമെന്നും, അവൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്നും, എങ്ങനെ ജീവിക്കുന്നു എന്നും, എങ്ങനെ മരിക്കുന്നെന്നും, എങ്ങനെ അടക്കപ്പെടുന്നെന്നും, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നെന്നും, എങ്ങനെ സ്വർഗാരോഹണം ചെയ്യുമെന്നും, അവന്റെ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ വരെ ആദിയോടന്തം നൂറ്റാണ്ടുകൾക്ക് മുൻപേ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ എഴുതി പ്രസിദ്ധപ്പെടുത്തിയിട്ട് അതുപോലെ ജനിച്ച്, അതുപോലെ ജീവിച്ച്, അതുപോലെ മരിച്ച്, അതുപോലെ സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഒരേ ഒരു വ്യക്തിയെ ഈഹത്തിലും പരത്തിലുമുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് 2 നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു ദൈവമാണ്. 3 നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണം നിന്റെ പാപത്തിന് പരിഹാരമാണ്. ഈ 3 കാര്യങ്ങൾ
നാം പറഞ്ഞില്ലെങ്കിൽ നാം പറയുന്ന സുവിശേഷം അപൂർണമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി സംഭാഷിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കുറെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് പോരുകയാണ് പതിവ്. ഞാനൊരു കാര്യം പറയാം, ഒരുപക്ഷെ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല സുവിശേഷം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇന്ന് പറയുന്ന സുവിശേഷം എന്തെന്നറിയാമോ? ഞാൻ വലിയ കഷ്ടതയിലായിരുന്നു, എനിക്ക് വലിയ കടബാധ്യതകൾ ഉണ്ടായിരുന്നു, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയതാണ്. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കടഭാരങ്ങൾ തീർന്നു, എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നു. എനിക്ക് ഭവനമില്ലായിരുന്നു, യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭവനം കിട്ടി. എനിക്ക് വാഹനമില്ലായിരുന്നു, യേശുവിനെ പിൻപറ്റാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വാഹനം കിട്ടി. ഞാൻ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു, ഈ യേശുവിനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വിദേശത്ത് കടന്നുപോയി. ഇന്ന് ഞങ്ങൾക്ക് പണമുണ്ട്, ചുറ്റുപാടുണ്ട്, സാഹചര്യമുണ്ട്. ഇതാണ് പലപ്പോഴും നമ്മൾ ഇന്ന് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന സുവിശേഷം. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരിക്കലും സുവിശേഷമല്ല, ഇത് വെറും പ്രലോഭനമാണ്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ ഉപദേശമനുസരിച്ച് പറയേണ്ടത് സുവിശേഷമാണ്. പറഞ്ഞു 3 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, മനുഷ്യ നീ പാപിയാണ്. എനിക്കറിയാം, അത് നമ്മൾ ഒരു വ്യക്തിയോട് പറയുന്നത് തികഞ്ഞ അരോചകത്വമാണെന്ന് വന്നേക്കാം. ഒരു മനുഷ്യൻ പാപിയാണെന്ന് സമ്മതിക്കാത്തിടത്തോളം കാലം നാം പറയുന്ന സുവിശേഷം അവൻ അംഗീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നാം പാപിയാണ്, ഒരിക്കലും ദൈവത്തിന്റെ ഹിതാനുസരണം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് നാം സ്വയം സമ്മതിക്കുവോളം, അവരെ കൊണ്ട് സമ്മതിപ്പിക്കുവോളം സുവിശേഷത്തിന് യാതൊരു സാധ്യതയും അവിടെയില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയാമോ? നീ പാപിയാണ് എന്നാണ്. രണ്ടാമത് പറയേണ്ടത് യേശു ദൈവമാണ്. അത് അവൻ അംഗീകരിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, യേശു ദൈവമാണെന്ന് തെളിയിക്കുവാനായിട്ട് ഒത്തിരി വാഗ്ധോരണികളുടെ ആവശ്യമില്ല. യേശു ദൈവമാണെന്ന് തെളിഞ്ഞു കിടക്കുകയാണ്. മൂന്നാമത് പറയേണ്ടത് പാപിയായ മനുഷ്യന്റെ അന്ത്യം നിത്യ നരകത്തിലാണ്. അവിടെ നിന്നും വിടുവിക്കുവാൻ ഒരേ ഒരു വ്യക്തിക്ക് സാധ്യമാകൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവ. അവിടുത്തെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിച്ച് ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് യേശുവിനോട് നിലവിളിച്ചാൽ നിന്റെ പാപത്തിന് പരിഹാരമുണ്ട് എന്ന് നാം പറയാത്തിടത്തോളം കാലം നാം പറയുന്ന സുവിശേഷം അപൂർണമാണ്. ഇന്ന് നമ്മുടെയൊക്കെ സഭയിൽ വന്നു ഭവിച്ചിരിക്കുന്ന തെറ്റെന്താണെന്നറിയാമോ? പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത, യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കാത്ത നിരവധി ആളുകൾ നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അനുതാപമില്ലാത്ത, കുറ്റബോധമില്ലാത്ത, പാപത്തെക്കുറിച്ച് ഏറ്റുപറയാത്ത ആളുകൾ പണം മോഹിച്ചും ധനം മോഹിച്ചും വീടും വസ്തുക്കളും മോഹിച്ചും ദൈവസഭയിലേക്ക് വരികയാണ്. ഇത് ഒരിക്കലും സുവിശേഷമല്ല, ഇത് മറ്റൊരു സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അതിനെ മറ്റൊരു സുവിശേഷം എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, മറ്റൊരു സുവിശേഷമല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവിനെയാണ് നാം മറ്റുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കേണ്ടത്. അതിൽ കുറഞ്ഞതൊന്നും സുവിശേഷമല്ല. സുവിശേഷം പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ അനുഭവങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾക്ക് ജീവനില്ല. ജീവനുള്ളത് സുവിശേഷത്തിനുമാണ്. ജീവനുള്ള സുവിശേഷം, ജീവനുള്ള ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന് അതിൽ തന്നെ ജീവനുള്ളത് കൊണ്ട് അത് സ്വയം ക്രിയ ചെയ്യാൻ തുടങ്ങും. ഒരിക്കൽ D.L. മൂഡി ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞതെന്നറിയാമോ? ഒരു സിംഹത്തെ നാം കെട്ടിയിട്ടുകൊണ്ട് അതിന്റെ ഇരയെ കൊന്ന് അതിന്റെ മുൻപിൽ ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ജീവനുള്ള ആ സിംഹത്തെ കെട്ടഴിച്ചു വിട്. അങ്ങനെയായാൽ അതിനു വേണ്ട ഇരയെ അത് കടിച്ചെടുത്തു കൊണ്ടുവരും എന്നാ പറഞ്ഞത്. ഇതുപോലെയാ ദൈവവചനം. നാം ദൈവവചനത്തെ പലപ്പോഴും കെട്ടഴിച്ചു വിടുന്നില്ല. നാം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ഒക്കെ വെച്ച് സുവിശേഷത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചില അബദ്ധൻ അനുഭവങ്ങളൊക്കെ അവരുമായിട്ട് പങ്കിട്ടു കൊടുക്കുവോളം ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ 100 അനുഭവങ്ങൾ പറഞ്ഞാൽ പോലും അത് സുവിശേഷത്തിന് പകരമാകുകയില്ല. നാം നേരിട്ട് സുവിശേഷം അതിൻ്റെതായ ശക്തിയിലും അതിൻ്റെതായ വ്യക്തതയിലും മറ്റുള്ളവരോട് പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, സുവിശേഷത്തിന് ജീവനുണ്ട്, ദൈവവചനത്തിന് ജീവനുണ്ട്. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കിടന്ന് ക്രിയ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് പറയുക, അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, കാരണം അത് ദൈവശക്തിയാണ്.
എന്നാ പൗലോസ് പറയുന്നത്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. ശക്തിയെക്കുറിച്ച് ആരാണ് ലജ്ജിക്കുന്നത്? റോമാ സാമ്രാജ്യം തന്നെ അറിയപ്പെട്ടിരുന്നത് അതിന്റെ ശക്തിയിലാണ്. ശക്തി എന്ന പദമുണ്ടല്ലോ, മൂലഭാഷയിൽ ഡുനാമിസ് എന്ന് പറഞ്ഞൊരു ഒരു പദമാണ്. ഡുനാമിസ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും ചെയ്യുവാൻ പറ്റുന്ന ബലത്തിനാണ് നാം ഡുനാമിസ്, സഹജ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡുനാമിസ്, സഹജമായ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം അഥവാ സുവിശേഷം എന്ന് പറയുന്നത്. അതാ ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള സഹജമായ ശക്തിയെയാണ് ഡുനാമിസ് എന്ന പദം ഉൾക്കൊള്ളുന്നത്. ഡൈനാമോ എന്ന ഇംഗ്ലീഷ് പദം ഈ ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാ. ഡൈനാമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ഡൈനാമോയ്ക്കകത്തു നിന്നാണ് അത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, സൈക്കിളിൽ ഡൈനാമോ ഉണ്ടായിരുന്നു. ആ ഡൈനാമോയ്ക്കകത്ത് ഒരു കാന്തവും ഒരു കോയിലും ഒക്കെ ക്രമീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിന് മുകളിലുള്ള ആ ചക്രം അടങ്ങുന്ന അടപ്പുണ്ടല്ലോ, അത് ശക്തിയായി കറങ്ങുമ്പോൾ അകത്തിരിക്കുന്ന കോയിലിനകത്ത് ഈ കാന്തം ശക്തിയോടെ കറങ്ങുമ്പോൾ അതിനകത്ത് വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കുക. ആ വിദ്യുത് ശക്തി കൊണ്ടായിരുന്നു പഴയ കാലത്ത് സൈക്കിളിന്റെ ലൈറ്റ് കത്തിയിരുന്നത്. ഇതുപോലെയാണ് ഡൈനാമോ, ഡുനാമിസ് എന്ന് പറഞ്ഞാൽ സഹജമായ ശക്തി. അത് മറ്റെങ്ങു നിന്നും കൊണ്ടുവരേണ്ടതില്ല, പുറത്തു നിന്നും അപ്ലൈ ചെയ്യേണ്ടതല്ല, മറിച്ച് അകത്തു നിന്നും ഉളവാകുന്നതാണ് ആ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് സുവിശേഷം ശക്തിയാണ് എന്ന് പൗലോസ് പറയുന്നത്. നോക്കണേ, സുവിശേഷത്തെ കുറിച്ച് ഇങ്ങനെ ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നാം സുവിശേഷം പറഞ്ഞാൽ മതി. ആ സുവിശേഷത്തിന്റെ പൂർണ്ണതയിലേക്ക് ആ കേൾക്കുന്ന വ്യക്തിയെ എത്തിക്കുവാനുള്ള സഹജമായ ശക്തി ആ സുവിശേഷത്തിലുണ്ട്. അതുകൊണ്ട് എന്റെ അബദ്ധ വിവരണങ്ങളോ എന്റെ ഉദാഹരണങ്ങളോ എന്റെ ജീവിതത്തിലെ അപകൃഷ്ടങ്ങളായ അനുഭവങ്ങളോ ഞാൻ പങ്കിടേണ്ടതില്ല. സുവിശേഷം പറയുന്നിടത്ത് തെറ്റാണെന്നല്ല പറഞ്ഞത്, അത്യാവശ്യമുള്ളിടത്ത് നമ്മൾ ചേർക്കാം. പക്ഷേ നമ്മുടെ അനുഭവം മാത്രമായി ഒതുങ്ങിപ്പോകരുത് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ ക്ലാസിന്റെ നടുവിൽ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോ സുവിശേഷം ദൈവശക്തിയാണ്. സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ട്, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷം രക്ഷയാണ്. പൗലോസിന്റെ കാലത്ത് രക്ഷ എന്ന് പറഞ്ഞ പദത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ടായിരുന്നു. വ്യക്തിപരമോ ദേശീയവുമായ ഏത് വിടുതലിനെയും രക്ഷ എന്നാണ് പറയുന്നത്. എന്നാൽ പൗലോസ് രക്ഷ എന്ന് പറയുന്നത് നിത്യശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിടുതലാണ്. ആ നിത്യശിക്ഷാവിധി എന്താണെന്നാണ് തുടർന്നുള്ള ഭാഗങ്ങൾ 18 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിത്യശിക്ഷാവിധിയിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നതാണ് സുവിശേഷം. രക്ഷിപ്പാൻ ഒന്നേയുള്ളൂ. അതുകൊണ്ടാണ് വ്യക്തമായി ദൈവവചനം പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതാദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കുന്ന ാണ് കാണിക്കുന്നത്. മാത്രമല്ല, കാലക്കനുസരിച്ചുള്ള ദൈവത്തിന്റെ ഇടപെടലിനെയും കാണിക്കുന്ന ഒരു പ്രയോഗമാണത്. ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തി ദൈവം ആരംഭിച്ചത് യഹൂദനിലാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? തിരുവെഴുത്ത്, വാഗ്ദത്തം, ആരാധന, പിതാക്കന്മാർ, ഇതെല്ലാം യഹൂദനുള്ളതാണ്. നമ്മൾ തുടർന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദൻ എന്താണ് സവിശേഷത എന്ന് ചോദിച്ചിട്ട് ആ യഹൂദന്റെ സവിശേഷതകളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തം, തിരുവെഴുത്ത്, ആരാധന, പിതാക്കന്മാർ, ഇതെല്ലാം യഹൂദനുള്ളതാണ്. മാത്രമല്ല, ക്രിസ്തുവും ജഡപ്രകാരം യഹൂദനിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് സുവിശേഷം ആദ്യം അവരോടായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അവർ നിരസിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ദൈവവചനം ചെന്നത്. അതുകൊണ്ട് യഹൂദനും
യവനനും എല്ലാം രക്ഷ നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഈ ഉലകത്തിലുള്ളൂ. അതിൻ്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും സുവിശേഷം എന്തെന്ന് നാം തന്നെ സ്വയം ഗ്രഹിക്കുക, അത് മറ്റുള്ളവരുമായി പങ്കിടുക. നാം അതിന് കടക്കാരാണ്. അത് ദൈവശക്തിയാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം. അത് ദൈവശക്തിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ സുവിശേഷം, ഈ ദൈവവചനം, ഇത് നമ്മൾ അറിയിക്കും തോറും അത് നമുക്കും ശക്തിയായി, ദൈവശക്തിയായി ഭവിക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പൗലോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? 16-ാമത്തെ വാക്യത്തില് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഈ രക്ഷ നമുക്ക് എങ്ങനെ കരഗതമാക്കാം? ഈ സുവിശേഷത്തിൽ കൂടെ പറയുന്ന രക്ഷ നമുക്കെങ്ങനെ സ്വന്തമാക്കാം? അത് അടുത്ത വാക്യത്തിൽ അത് തന്നെ പറയുന്നത്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. എനിക്ക് തോന്നുന്നു അത് നമുക്ക് അത്ര ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന്റെ KCBC തർജ്ജമയിലേക്ക് ഞാൻ വരികയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കും. ഇപ്പോ ഈ നീതി, ഈ രക്ഷ കരഗതമാക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ സകല പദ്ധതികളും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. നമ്മുടെ നേർച്ചകളോ കാഴ്ചകളോ ഉപവാസങ്ങളോ നോയിമ്പുകളോ ഒന്നും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരേ ഒരു കാര്യം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിശ്വാസം. അപ്പം നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളത് അതാണ്. വിശ്വാസം മൂലമാണ് നാം നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് വിശ്വാസമാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ സത്യമാണെന്ന് നാം അംഗീകരിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളറിയാമോ, വിശ്വാസം എന്നതിനെ പലപ്പോഴും പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ട്രസ്റ്റ്, ആശ്രയിക്കുക എന്നുള്ളതാണ്. ദുർബലനായൊരു മനുഷ്യൻ തന്റെ ഭാരത്തെ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതിനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതാ വിശ്വാസം എന്ന് പറയുന്നത്. തന്നെ സമ്പൂർണമായി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിൽ ചാരുക എന്നുള്ളതാണ്. എല്ലാ വിശ്വാസവും നമ്മളെ രക്ഷിക്കുകയല്ല, യേശുവിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നാൽ എന്തും സാധിച്ചു കളയാം എന്ന് പറയുന്ന ദുരുപദേശത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു പുതിയ ദുരുപദേശം കഴിഞ്ഞ നാളുകളിൽ പൊട്ടിപ്പുറപ്പെട്ടു വന്നു. അത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവര് പറയുന്നത് വിശ്വസിച്ചാൽ മതി, എന്തും നടക്കും, എന്തും സാധിക്കാനുള്ള ഒരു സൂത്രവാക്യമായി അവർ വിശ്വാസത്തെ മാറ്റിയെടുത്തു. എന്നിട്ട് അവർ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണോ, എന്തെങ്കിലും ലഭിക്കണോ, പ്രാർത്ഥിക്കുന്ന വിഷയം അത് വിശ്വസിച്ചാൽ മതി. അത് ആ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നൊരു സൂത്രവാക്യമാണ്, വെറുതെ അങ്ങ് വിശ്വസിച്ചാൽ പോരാ, അതിൻ്റെ നിറം പറഞ്ഞ്, തരം പറഞ്ഞ്, വിശദാംശങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചാൽ അത് ദൈവം നമുക്ക് തരും എന്നാണ് അവരതിനെക്കുറിച്ച് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് വേണോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോരാ, മറിച്ച് ആ വീടിന് എത്ര നിലയുണ്ടായിരിക്കണം, ആ വീട്ടിൽ എത്ര മുറിയുണ്ടായിരിക്കണം, ആ വീട്ടിന് എന്ത് നിറമടിച്ചിരിക്കണം, ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം തരും. അപ്പൊ വിശദാംശം പറഞ്ഞാൽ ദൈവം തരും. നോക്കണേ, നിങ്ങൾക്കൊരു കാറ് വേണം, ആ കാറിന്റെ വലിപ്പം ഏതാണ്, ഏത് മോഡലാണ്, അതിന്റെ നിറം എന്താണ്, ഇതൊക്കെ പറഞ്ഞാൽ ദൈവം ആ വിശ്വാസം നമുക്ക് തരും. അപ്പൊ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവന്നൊരു സൂത്രവാക്യമാണ് വിശദാംശങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുക എന്നുള്ളത്. ദൈവമക്കളെ, അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തില് യേശുവിനെ വിശ്വാസത്തിന്റെ നായകൻ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, അപ്പൊ നമ്മൾ വിശദാംശങ്ങൾ പറഞ്ഞതുകൊണ്ടോ
അതിന്റെ നിറവും തരവും ഗുണവും പറഞ്ഞത് കൊണ്ടോ ഒരിക്കലും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസം മനഃശാസ്ത്രപരമായ ഒരഭ്യാസമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ നായകനെ കുറിച്ചുള്ള വ്യക്തമായ അറിവാണ്. യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് പറഞ്ഞല്ലേ എബ്രായ ലേഖനം തുടങ്ങുന്നത് തന്നെ 2-ാം അധ്യായത്തില്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ യേശുവിൽ സമ്പൂർണമായി ചാരുന്നതിനെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആര് യേശുവിൽ വിശ്വസിക്കുവോ അവരാണ് രക്ഷിക്കപ്പെടുന്നത്, അവർക്കുള്ളതാണ് രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നിറവും തരവും ഗുണവും മണവും പറഞ്ഞല്ല നാം വിശ്വസിക്കേണ്ടത്, മറിച്ച് നമ്മുടെ യേശു ആരാണെന്നറിയുകയാണ് വിശ്വാസത്തിന്റെ ഉപാധി എന്ന് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? അതിനാ ദൈവവചനം വായിക്കണമെന്ന് പറയുന്നത്. ഈ ദൈവവചനം യേശുവിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു, ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പറഞ്ഞിട്ടില്ലേ? യഹൂദന്മാർ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, അതിൽ അവർ യേശുവിനെ അന്വേഷിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 39-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ തെരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. കർത്താവ് പറയുക, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഈ തിരുവെഴുത്ത് മുഴുവൻ ആദിയോടന്തം വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു വ്യക്തിയിലേക്കാണ്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം അരച്ചു കലക്കി സത്തെടുത്ത് നാം കാച്ചി കുറുക്കിയെടുത്താൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. ഈ തിരുവെഴുത്ത് യേശുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ നാം അറിയും തോറും, യേശുവിനെ കുറെ കൂടെ ഗ്രഹിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവമക്കൾ നിരന്തരമായി ദൈവവചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നാൽ ഈ ബൈബിൾ ക്ലാസ് സംഘടിപ്പിച്ചത് അല്ല, പലപ്പോഴും നമുക്ക് വിശ്വാസമില്ല, നമ്മുടെ ജീവിതം പലപ്പോഴും അരക്ഷിതമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്ങൾ നമ്മെ ഗ്രഹിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭയമുള്ള പലരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് തങ്ങൾ മരിച്ചു പോകുമോ, എനിക്കും രോഗം സംഭവിക്കുമോ, എനിക്കും എന്തെങ്കിലുമൊക്കെ പറ്റിക്കളയുമോ എന്നുള്ളൊരു ഭയം അവരെ ഗ്രസിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ യേശുവിനെ നന്നായി അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രത്തോളം നാം യേശുവിനെ അറിയുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് ഈ ദൈവവചനമാണ് സകലത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അഥവാ ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശുവിനെ കുറിച്ച് പറയുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അടുത്ത ചിന്തയിലേക്ക്, പ്രധാന ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. 4-ാമത്തെ ചിന്ത, 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ 4-ാമത്തെ ചിന്ത പറയുന്നത് പൗലോസ് തന്റെ പ്രമേയം അവതരിപ്പിക്കുന്നു. 17-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അവിടെ അവർ തന്റെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് 18-ാം വാക്യം മുതൽ വിഷയത്തിലേക്ക് പൗലോസ് കടക്കുകയാണ്. 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ? ഈ വാക്യമാണ് റോമാലേഖനത്തിന്റെ താക്കോൽ പദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൃദയത്തിൽ നന്നായി പതിയുകയും ഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റോമാലേഖനത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയൂ. അതിൽ എന്ന് പറഞ്ഞ സുവിശേഷത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞു വെച്ചാ പറയുന്നത്. അതിൽ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടും. അതിൽ സുവിശേഷത്തിൽ എന്താ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിൽ സുവിശേഷത്തിൽ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. POC തർജ്ജമ പറഞ്ഞിരിക്കുന്നതാ. നോക്കണേ, അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ സുവിശേഷത്തിലാണ് ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നത്. അത് വിശ്വാസത്തിന് ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും എന്ന് പറഞ്ഞാൽ ആർക്ക് ലഭിക്കും ഈ നീതി? അത് വിശ്വസിക്കുന്നവർക്ക്. നമ്മൾ അതിലേക്ക് വരികയാണ്. എന്താ നീതി?
നമുക്കൊരല്പസമയം ആ പദം ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നീതി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഇത് സത്യത്തിൽ കോടതി സംബന്ധമായ ഒരു പദമാണ്, ഒരു ജുഡീഷ്യറി വേർഡ്, ഒരു ടേമാണ് നീതി എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ സേദക് എന്നാണ് നീതി എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം. ഗ്രീക്ക് ഭാഷയിൽ ഡിക്കൈയോസ് എന്ന് പറഞ്ഞൊരു പദമാണ്. ഡിക്കൈയോസ്. ഈ പദത്ത് ഞാൻ പറഞ്ഞു, ഈ രണ്ട് പദങ്ങളും കോടതി സംബന്ധമായ പദമാണ്, അഥവാ ജുഡീഷ്യറി ടേമാണ്. എന്ന് പറഞ്ഞാൽ ഈ പദങ്ങൾ സാധാരണ കോടതിയിലാണ് നമ്മൾ കേൾക്കുന്നത് സാധാരണഗതിയിൽ. ഈ പദത്തിന്റെ വാച്യാർത്ഥം, ഇതിന്റെ പദത്തിന്റെ ശരിയായ അർത്ഥം കൺഫോമിറ്റി ടു എ നോം. കൺഫോമിറ്റി ടു എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയോട് ഇണങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നീതി എന്ന് പറയുന്നത്. അതാ വാച്യാർത്ഥം. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കോടതി സംബന്ധമായ ഈ പദത്തിന്റെ ശരിയായ അർത്ഥം വ്യവസ്ഥയോട് ഇണങ്ങിപ്പോകുക. ഡിക്കൈയോസ് എന്ന് പറഞ്ഞാൽ കൺഫോമിറ്റി ടു എ നോം, വ്യവസ്ഥയോട് ഇണങ്ങിപ്പോകുക. നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം നീതിമാനാ, അത് നമുക്കറിയാം. ദൈവം നീതിമാനാ, അത് തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു, ദൈവവചനം അത് നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവം നീതിമാനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ സ്വഭാവത്തിൽ ലംഘിക്കപ്പെടുന്ന സൃഷ്ടിച്ചതിലോ ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇണങ്ങാത്തതും ദൈവത്തിന് ചേരാത്തതുമായ ഒന്നും ദൈവത്തിലോ ദൈവത്തിന്റെ സൃഷ്ടിയിലോ ഇല്ല. ഇപ്പൊ തന്നെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലും ദൈവം നീതിമാനാണ്. അപ്പോ അങ്ങനെ തന്റെ സ്വഭാവം ശ്രദ്ധിച്ചേ, ഒന്നിനോടൊന്ന് ചേരാതെ ഒന്നിനോടൊന്ന് ഇണങ്ങിപ്പോകാത്ത ഒന്നും ദൈവത്തിങ്കലില്ല. ദൈവത്തിന്റെ ഒരു സ്വഭാവം തന്റെ മറ്റൊരു സ്വഭാവത്തിൽ നിന്നും വിരുദ്ധമല്ല. അതൊക്കെ നമ്മളില്ല. നമ്മുടെ ഒരു സ്വഭാവം മറ്റൊരു സ്വഭാവത്തോട് ചേരുകയല്ല. അതുകൊണ്ട് നമ്മൾക്ക് നീതിയില്ലെന്ന് പറയാം. എന്നാൽ ദൈവത്തിന് നീതി ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഒന്നോടൊന്ന് വിരുദ്ധമായത് ഒന്നും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവം നീതിമാനാണെന്ന് പറയുന്നത്. തിരുവചനത്തിലുടനീളം അത് വെളിപ്പെടുത്തുന്നുണ്ട്. 2 ദിനവൃത്താന്തം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം, സങ്കീർത്തനം 7-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം, ഇവിടെയെല്ലാം ദൈവം നീതിമാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീതിമാനായ ദൈവം ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിനെ തന്റെ ത്യാജ കോടിയിലേക്ക് തള്ളിക്കളയുകയായിരുന്നില്ല. മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ദൈവം നീതിപൂർണമായൊരു ഭരണം ഈ ലോകത്തിൽ സ്ഥാപിക്കുകയും ഇതിൽ വസിക്കുന്ന ജീവികളിൽ ചില ന്യായമായ നിയമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, ഇഷ്ടമുള്ളതുപോലെ പോകട്ടെ, ഈ പ്രപഞ്ചം അതിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നല്ല ദൈവം വെച്ചത്. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മേൽ വ്യക്തമായൊരു നോം, ഒരു നിയമം, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് ജീവികളിൽ മാത്രമല്ല, സകല അചേതന വസ്തുക്കളിലും ദൈവം ആ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അപ്പോ അചേതന സചേതന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ സകല സൃഷ്ടികളുടെ മേലും ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും സകല ജീവികളും ആ വ്യവസ്ഥയനുസരിച്ച് ജീവിച്ചാൽ മതി. ഉദാഹരണം നിങ്ങൾക്ക് കാണണോ? 148-ാമത്തെ സങ്കീർത്തനം, ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 148-ാമത്തെ സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ വ്യവസ്ഥ വെച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 148-ാമത്തെ സങ്കീർത്തനം,
യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്യം, അവന്റെ സകല ദൂതന്മാരുമായുള്ളോരേ അവനെ സ്തുതിപ്പീൻ, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ, സ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളവേ അവനെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുക, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കിയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുക, അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ സൂര്യചന്ദ്രൻ നക്ഷത്രാദികൾ, ഈ പർവ്വതം, ഈ കുന്നുകൾ, ഈ മല, സ്വർഗം, പ്രകാശമുള്ള സകല നക്ഷത്രം എന്നു വേണ്ട ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ദൈവത്തിന്റെ വ്യവസ്ഥയനുസരിക്കണം. ലംഘിക്കരുതാത്തൊരു നിയമം ദൈവം അവയ്ക്ക് വെച്ചിട്ടുണ്ട്. അതെന്തിനാ? ദൈവം എന്തിനാണ് ഒരു നിയമം ഇവയ്ക്കെല്ലാം വെച്ചിരിക്കുന്നത്? എവിടെ നിയമവാഴ്ചയുണ്ടോ അവിടെ കാര്യങ്ങൾ ക്രമമായി നടക്കുന്നു. അതല്ല എങ്കിൽ എവിടെ വ്യവസ്ഥയില്ലാതെ വരുമോ അവിടെ അലങ്കോലപ്പെട്ടു പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് എവിടെയും കാണാം. നമുക്ക് നോക്കണേ, ഒരു വീട് നിങ്ങൾ എടുക്കുക. വീട്ടിൽ നമ്മൾ നിയമങ്ങൾ വെച്ചിട്ടില്ലേ? എന്തിനാ വീട്ടിൽ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്? എത്ര മണിക്ക് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കണം? കുഞ്ഞുങ്ങൾ എത്ര മണിക്ക് പഠിക്കാനിരിക്കണം? എത്ര മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം? സ്കൂളിൽ പോയാൽ എത്ര മണിയാകുമ്പോൾ തിരിച്ചു വരണം? അല്ലേ? എത്ര സമയം, ഏത് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കണം? നമ്മൾ ഇതിനെല്ലാം നിയമം വെച്ചിട്ടില്ലേ? എപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകണം? എന്തിനാ നിയമം വെച്ചിരിക്കുന്നത്? നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഇഷ്ടം പോലെ വരികയോ എപ്പോഴെങ്കിലും വന്നിരുന്ന് ആഹാരം കഴിക്കുകയോ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ എന്താ കുഴപ്പമെന്താ? കുഴപ്പമെന്താന്ന് ചോദിച്ചാൽ ആ കുടുംബം തകർന്നു പോകും. ആ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, ആ കുടുംബം നിലനിന്നു പോകാൻ വേണ്ടി നാം ആ കുടുംബത്തിൽ വ്യവസ്ഥകൾ വയ്ക്കുന്നു. ആ വ്യവസ്ഥ ഓരോരുത്തരും പാലിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹപൂർണമായി നടന്നു പോകുന്നു. ഇല്ല, മനുഷ്യൻ വെച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഏതൊരു സ്ഥാപനവും നമ്മൾ ശ്രദ്ധിച്ചു. ഒരാശുപത്രി നിങ്ങൾ ശ്രദ്ധിക്കുക, ആശുപത്രിക്ക് നിയമമില്ലേ? അവിടെ ആരൊക്കെ എപ്പോഴൊക്കെ വരണമെന്നും ഡോക്ടർമാർ ഏത് സമയത്ത് വന്ന് ചാർജ് എടുക്കണമെന്നും രോഗികളെ എപ്പോൾ അവർ കാണാൻ തുടങ്ങണമെന്നും രോഗികൾ എപ്പോഴൊക്കെ ആശുപത്രിയിൽ എത്തണമെന്നും അവിടെ പാർക്കുന്ന രോഗികൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്നും വ്യക്തമായ നിയമങ്ങളില്ലേ? ഇത്ര മണി കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും ഒക്കെ നിയമങ്ങൾ വെച്ചിട്ടില്ലേ? നമ്മൾ അവർക്ക് ഇതെന്തിനീ നിയമം വെച്ചിരിക്കുന്നത്? ഒരു സ്കൂളിൽ ചെല്ല്, ആ സ്കൂളിൽ നിയമം വെച്ചിട്ടില്ലേ? സഭയിൽ ചെല്ല്, അവിടെ നിയമമില്ലേ? എത്ര മണിക്ക് ആരാധനയ്ക്ക് വരണം, എത്ര മണിക്ക് പ്രാർത്ഥിക്കാനിരിക്കണം, അല്ലേ? എത്ര മണിയാകുമ്പോഴത്തേക്ക് ഏത് ശുശ്രൂഷ തുടങ്ങണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? എന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നേ? ഇതൊന്നും വേണമെന്നില്ലല്ലോ. ഇഷ്ടം പോലെ വരാം, ഏത് സമയത്തും വരികയും ഏത് സമയത്തും ഒരാൾക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ വെച്ചാൽ എന്താ കുഴപ്പം? പിന്നെ അങ്ങനെ വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? ആ പ്രസ്ഥാനം നിലനിൽക്കുകയില്ല, അത് തകർന്നു പോകും. അതുകൊണ്ടാണ് ദൈവം ഈ പ്രപഞ്ചത്തിന് ഒരു നിയമം വെച്ചു. ഇനി ഈ പ്രപഞ്ചത്തിലുള്ള സകല അചേതന സചേതന എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല വസ്തുക്കളും ഇനി അതങ്ങനുസരിച്ച് പോയച്ചാൽ മതി. അവന്റെ ദൂതന്മാര് മാത്രമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്, സൂര്യചന്ദ്രന്മാർ അവനെ സ്തുതിക്കണം, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളും അവനെ സ്തുതിക്കണം, സ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ വെള്ളം എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നേ? സൂര്യൻ എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നേ? ചന്ദ്രൻ എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നേ? പ്രകാശമുള്ള നക്ഷത്രങ്ങൾ എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നേ? എങ്ങനെ ദൈവത്തെ സ്തുതിക്കും? ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം കടുകിട തെറ്റാതെ പാലിക്കുന്നതിലൂടെ ഇവയെല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ്. അതാ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ അധരം കൊണ്ട് നാം ഉണ്ടാക്കുന്ന അർത്ഥമില്ലാത്ത ചില വാച്ചാട്ടോപങ്ങളെ അല്ല ആരാധന എന്ന് പറയുന്നത്.
നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം കടുകിട തെറ്റാതെ നമ്മൾ പാലിക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുകയാണ്. മറന്നു പോകരുത്. നമ്മുടെയൊക്കെ ധാരണ തെറ്റിപ്പോയി കേട്ടോ. നമ്മൾ ഓർക്കുന്നത് അധരം തുറന്നു കുറെ ബഹളം വെക്കുന്നതിനെയാണ് ആരാധന എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ നാം ആക്കി വെക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിവർത്തിക്കുമ്പോൾ നാവെടുക്കാതെ തന്നെ നാം ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. അതാ സൂര്യചന്ദ്രന്മാരെ യഹോവയെ സ്തുതിപ്പി എന്ന് പറഞ്ഞാൽ അവ നമ്മളെപ്പോലെ അധരം തുറന്ന് നാവെടുത്ത് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ആരാധന എന്നവർ പറയുകയല്ല. മറിച്ച് അവരെന്താ ചെയ്യുന്നത്? സൂര്യന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അവൻ പാലിക്കുകയാണ്. അല്ലെ? അത് 19 സങ്കീർത്തനം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇല്ലേ? രാത്രിയോട് വാക്കുപൊഴിക്കുന്നു, പകലിന് അറിവ് കൊടുക്കുന്നു, കൃത്യം പാലിക്കുക. ഒരു പകൽ കെട്ടടങ്ങുന്നതിന് മുൻപേ അടുത്ത പകലിനോട് പറഞ്ഞാ പോകുന്നത്, ദേ ഞാനങ്ങോട്ട് പോകുക കേട്ടോ, കൃത്യസമയത്ത് വരണേ. അതാ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഒരു രാത്രി പ്രഭാതത്തിൽ നീങ്ങാൻ തുടങ്ങുമ്പോൾ അടുത്ത രാത്രിയോട് പറഞ്ഞാ പോകുന്നെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദേ കൃത്യസമയത്ത് വന്നേക്കണേ, ഞാനങ്ങോട്ട് പോകുക. ഇന്ന് വരെ ഒരു രാത്രിക്ക് ശേഷം അടുത്ത രാത്രി വരാതിരുന്നിട്ടില്ല. ഒരു പകലിന് ശേഷം മറ്റൊരു പകൽ വെളുക്കാതിരുന്നിട്ടില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അത് 100% പാലിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, അവർ ദൈവത്തെ സ്തുതിക്കുക. മക്കളെ, എന്നിട്ട് പറയുക, അങ്ങനെ ആ സ്വർഗാതിസ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പിക്കുക. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവയെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെന്ന് പറഞ്ഞു. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. അൺബ്രീച്ചബിൾ ലോ, ലംഘിക്കരുതാത്തൊരു നിയമം. സൂര്യന് നിയമമുണ്ട്, ചന്ദ്രന് നിയമമുണ്ട്, നക്ഷത്രങ്ങൾക്ക് നിയമമുണ്ട്, സ്വർഗത്തിലെ സകല സൈന്യങ്ങൾക്ക് നിയമമുണ്ട്, സ്വർഗത്തിന് നിയമമുണ്ട്. എന്നിട്ട് അടുത്ത സെന്റൻസ് വായിച്ചോ. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവരെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇടജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ സകല രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോ ഓരോരുത്തരെയും ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ആ വ്യവസ്ഥ ലംഘിക്കാതെ കടുകിട തെറ്റാതെ അത് പാലിച്ച് അതാതിടങ്ങളിൽ അത് വർത്തിക്കുമ്പോൾ അവ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് നോക്കണേ, അവയ്ക്ക് മാത്രമല്ല കേട്ടോ. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്നെടുത്ത്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 20-ാമത്തെ വാക്യം 33:20 ശ്രദ്ധിക്കണേ. 33:20 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എന്റെ നിയമവും രാത്രിയോടുള്ള എന്റെ നിയമവും. കണ്ടോ, പകലിനും രാത്രിക്കും നിയമമുണ്ട്. 25-ാം വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പകലിനോടും രാത്രിയോടുമുള്ള എന്റെ നിയമം നിലനിൽക്കുന്നില്ലെങ്കിൽ. അപ്പോ പകലിന് നിയമമുണ്ട്, രാത്രിക്ക് നിയമമുണ്ട്, സമുദ്രത്തിന് നിയമമുണ്ട്, ഭൂമിക്ക് നിയമമുണ്ട്. ദൈവം സകലതിനും അതിൻ്റെതായ നിയമങ്ങൾ ദൈവം വെച്ചിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോ പ്രപഞ്ചത്തില് ഈ നിയമങ്ങൾ വെക്കുമ്പോൾ അതിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ. നോക്കണേ, ലോകത്തിലുള്ള സർവചരാചരങ്ങളും സകല അചേതന സചേതന വസ്തുക്കളും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ അത് കടുകിട തെറ്റാതെ പാലിക്കുമ്പോൾ അത് കുതറി മാറാൻ ശ്രമിക്കുന്ന ഒരേ ഒരു ജീവിയെ ഈ ഉലകത്തിലുള്ളൂ. അത് മനുഷ്യനാണ്.
മനുഷ്യൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ, ആക്കി വെച്ചിരിക്കുന്ന നിബന്ധനകൾ അവൻ അനുസരിക്കുവാനായി തയ്യാറല്ല. സകല നിയമങ്ങളിൽ ലംഘിച്ച് ദൈവത്തിന് വിരോധമായി നിൽക്കുവാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെയാ നീതിയില്ലാതെ പോകുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് പോകാതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പാപം. അതുകൊണ്ടാണ് ദൈവകൽപ്പനയുടെ ലംഘനമാണ് പാപം എന്ന് നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു പിടിപ്പിക്കുന്നത്. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിക്കാതെ വണ്ണം നാം അതിനെ ലംഘിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പാപം. പാപത്തിന്റെ ശിക്ഷയും ദൈവം വിധിച്ചു കഴിഞ്ഞു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും നിങ്ങൾ എടുത്തു വായിക്കണം. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 4-ഉം 20-ഉം വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. 4-ാമത്തെ വാക്യം, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. 20, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇത് ദൈവത്തിന്റെ അലംഘനീയ നിയമമാണ്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ആരു ലംഘിക്കുന്നോ ആ വ്യക്തിക്കെതിരെ സ്വർഗം കൽപ്പിക്കുന്ന അന്തിമ വിധിയാണ് മരണം. ആദാമിനോട് ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള ആ വൃക്ഷങ്ങളുടെ ഫലം ഇഷ്ടം പോലെ നിനക്ക് തിന്നാം എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടം പോലെ തിന്നാമെന്നാ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, അവിടെ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കണേ, കൽപ്പിച്ചത് എന്തെന്നാൽ, സവ എന്ന പദമാ. സവ കൽപ്പന. കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ഇഷ്ടം പോലെ തിന്നാവുന്ന. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് ദൈവത്തിന്റെ അലംഘനീയമായ നിയമമാണ്. ദൈവത്തിന്റെ കൽപ്പന ആര് ലംഘിക്കുന്നുവോ, ദൈവത്തിന്റെ വ്യവസ്ഥ ആര് ലംഘിക്കുന്നുവോ ആ വ്യക്തി മരിച്ചേ പറ്റൂ. അതുകൊണ്ട് എസെക്കിയേൽ പ്രവചനത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നാം ഇനി പഠിക്കാൻ പോകുന്ന ഭാഗമാണെങ്കിലും റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം തീർച്ചയായും മരണമത്രേ. അങ്ങനെ മൂലഭാഷ കിടക്കുന്നത്. ഗർ എന്നൊരു പദമുണ്ട് അവിടെ. ഗർ ഇംഗ്ലീഷിൽ നമ്മൾ ഇൻഡീഡ്, തീർച്ചയായും എന്നൊക്കെ പറയില്ലേ, ആ ഒരു പദം അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടില്ല. പാപത്തിന്റെ ശമ്പളം തീർച്ചയായും മരണമത്രേ. അങ്ങനെ ആ വാക്യം വായിക്കണം. പാപത്തിനെതിരെ ദൈവം മരണം. പാപം ചെയ്തേക്ക് മരിക്കും. നോക്കണേ, ഈ ലോകത്തിലെ സർവചരാചരങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും ദൈവത്തിന്റെ വ്യവസ്ഥ കടുകിട തെറ്റാതെ പാലിക്കുമ്പോൾ മനുഷ്യൻ മാത്രം ദൈവകൽപ്പന ലംഘിക്കുന്നു. അതിന്റെ ഒരു നല്ല നഖചിത്രമാണ് യോനയുടെ പുസ്തകം നമ്മളെ കാണിക്കുന്നത്. യോനയുടെ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചേ. യോനയുടെ പുസ്തകത്തിൽ ഈ വ്യക്തികളും സകല ജീവികളും ദൈവത്തെ അനുസരിക്കുകയാണ്. എന്നാൽ അവിടെ അനുസരണം കെട്ട് നടക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അതാണ് യോന, മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചിട്ട് ദൈവത്തിന് വിരോധമായിട്ട് ഓടുകയാണ്. അവനെ നേരിടുന്നത് ദൈവത്തെ അനുസരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളെ കൊണ്ടും ശക്തിയെ കൊണ്ടുമാണ്. ദൈവം കൽപ്പിച്ചു, ഒരു കൊടുങ്കാറ്റടിച്ചു,
ദൈവം കൽപ്പിച്ചു, ഒരു മഹാമത്സ്യം യോനയെ വിഴുങ്ങിക്കളഞ്ഞു. ദൈവം കൽപ്പിച്ചു, ഒരാവണക്ക് കിളിച്ചു വന്നു. ദൈവം കൽപ്പിച്ചു, ഒരു പുഴു അതിനെ കുത്തിക്കളഞ്ഞു. ദൈവം കൽപ്പിച്ചു, ഒരു കിഴക്കൻ കാറ്റ് അതിനെ അടിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. നിങ്ങൾ യോനയുടെ പുസ്തകം വായിച്ചേ നോക്കണേ. കിഴക്കൻ കാറ്റ് തൊട്ട് കൊടുങ്കാറ്റ് വരെ, മഹാമത്സ്യം തുടങ്ങി ഒരു കൊച്ചു പുഴു വരെ ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയുള്ളൂ, അത് യോനായ. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ആര് ലംഘിക്കുന്നുവോ ആ വ്യക്തിക്കെതിരെ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ശിക്ഷയാണ് മരണം. അതുകൊണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അത് ദൈവത്തിന്റെ നീതിയാ. ഇതാ ദൈവത്തിന്റെ നീതി. പാപം ചെയ്ത ദേഹി മരിക്കണം. അങ്ങനെയാണ് ദൈവത്തിന്റെ നീതി നിറവേറ്റപ്പെടും. അല്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത്? പാപം ചെയ്യാത്ത വ്യക്തിയെ, പാപം ചെയ്യാത്ത വസ്തുവിനെ ഒരിക്കലും ദൈവം നശിപ്പിച്ച് കളയുകയല്ല. അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന്റെ നീതി തന്റെ കൽപ്പനയിലാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ മരിക്കാതിരിക്കണമെങ്കിൽ അവൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. അതിനുവേണ്ടി ദൈവം മനുഷ്യന് കൊടുത്തതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. എനിക്കറിയാം ഇന്ന് നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് തുടരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നീതി എന്ന് പറയുന്നത് ദൈവ കൽപ്പനകളെ ആര് പൂർണ്ണമായി അനുസരിക്കുമോ അതിനെയാണ് നീതി എന്ന് പറയുന്നത്. ആ എസെക്കിയേൽ പ്രവചനത്തിൽ തന്നെ 4-ാം വാക്യത്തിൽ ഒന്ന് തൊട്ടിട്ട് നമുക്ക് പോകാം. 4 പറഞ്ഞു തുടങ്ങുകയാണ്. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പറഞ്ഞാൽ 5-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ. ഇനി നമ്മൾ വായിക്കേണ്ടത് 9-ാമത്തെ വാക്യത്തിലാ. ഇടയ്ക്കുള്ള ഭാഗം അവിടെ കിടക്കട്ടെ. എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ. ആരാ നീതിമാൻ? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ ചട്ടങ്ങളെ പാലിക്കുന്നവൻ നീതിമാൻ. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, 2 ഹൈഫൺ ഇട്ടുകൊണ്ട് അവിടെ എന്താണ് ചട്ടങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, 11 കൂട്ടം കാര്യങ്ങളാണ് 4-ാം വാക്യത്തിന്റെയും 9-ാം വാക്യത്തിന്റെയും ഇടയ്ക്ക്, അവിടെ 5-ാം വാക്യത്തിന്റെയും 9-ാം വാക്യത്തിന്റെ ഇടയ്ക്ക് 11 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഈ 11 കൂട്ടം കാര്യങ്ങൾ ന്യായപ്രമാണത്തിന്റെ നിഴലായിട്ടെടുത്ത് ഉപയോഗിച്ചിരിക്കുക. നോക്കണേ, ന്യായപ്രമാണം എന്ന് പറയുന്നത് 11 എണ്ണമല്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് 613 എണ്ണമാണ്. ആ 613 എണ്ണവും ആവർത്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പ്രവാചകൻ അതിൽ നിന്നും പ്രസക്തമായ 11 കൂട്ടം കാര്യങ്ങൾ എടുത്തുവിടെ പറഞ്ഞു. ഇത് ഒരു അലങ്കാരമാണ്. സിനക്കഡോക്കി എന്നൊക്കെയാ പറയുന്നത്. പോട്ടെ, അത് നമുക്ക് ഞാൻ മറ്റൊരു അവസ്ഥയിൽ പറയാം. ഇത് ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പറയുക, എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ. ആരാ നീതിമാൻ? ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ ചട്ടങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവനാണ് നീതിമാൻ. അവൻ ജീവിച്ചിരിക്കും. സുവിശേഷത്തിൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ നീതിയാണ് എന്ന് പറഞ്ഞ പൗലോസ് പറയുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം വെച്ചാൽ നാളെ നമുക്ക് തുടരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.